നമസ്കാരം. രണ്ടാമൂഴം മലയാളികൾ ഇത്രയധികം നെഞ്ചോട് ചേർത്ത് വായിച്ച പുസ്തകം വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെ ഉറപ്പിച്ചു പറയാം. മഹാഭാരത കഥയ്ക്ക് പുതിയൊരു വ്യാഖ്യാനം നൽകിയ രണ്ടാമൂഴം വെളിച്ചം കണ്ടത് കലാകൗമുദിയിലൂടെയായിരുന്നു. രണ്ടാമൂഴത്തിന് മാത്രമായി കലാകൗമുദി ഓരോ ആഴ്ചയും കാത്തിരുന്ന അനുഭവങ്ങൾ ഇന്നും വായനക്കാർ പങ്കുവയ്ക്കാറുണ്ട്. രണ്ടാമൂഴത്തിലൂടെ കലാകൗമുദി മലയാള സാഹിത്യത്തിന് നൽകിയത് പുതിയൊരു വായനാ സംസ്കാരമായിരുന്നു. മഹത്തായ ഒരു കൃതിയെയായിരുന്നു. കഥകൾ ആത്മാവിൽ നിന്നൊഴുകുമ്പോൾ കവിതയാണ്. ഇങ്ങനെയാണ് എം.ടി പറയാറ്. എത്രയോ കഥാപാത്രങ്ങളിലൂടെ പ്രണയവും നൊമ്പരവുമെല്ലാം എം.ടി നമ്മളിലേക്ക് കവിതയായി പകർത്തി. അത്രമേൽ ആർദ്രമായ പ്രണയവും അടങ്ങാത്ത ആനന്ദവും ദുഃഖവും നൊമ്പരങ്ങളും അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളെ ജൈവികമാക്കി. മാനവികതയുടെയും മനുഷ്യസ്നേഹത്തിന്റെയും സന്ദേശങ്ങൾ കഥകളിലൂടെയും നോവലുകളിലൂടെയും ലേഖനങ്ങളിലൂടെയും മനുഷ്യ ഹൃദയങ്ങളിലേക്ക് എം.ടി സന്നിവേശിപ്പിച്ചു. നമ്മുടെ സ്വകാര്യതകളിൽ താലോലിച്ച സ്വപ്നങ്ങളും മോഹങ്ങളും മോഹഭംഗങ്ങളുമെല്ലാം എം.ടിയുടെ കഥാപാത്രങ്ങളിൽ വന്ന് നിറയാറുണ്ട്. മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്ന എം.ടി വാസുദേവൻ നായരെ ചുരുക്കി പറഞ്ഞാൽ മലയാളത്തിന്റെ അക്ഷര സുഹൃതമെന്ന് വിശേഷിപ്പിക്കാം. പരത്തി പറഞ്ഞാൽ പാരാവാരത്തോളം പറയാനുണ്ടാകും. നോവലിസ്റ്റ്, തിരക്കഥാകൃത്ത്, ചലച്ചിത്ര സംവിധായകൻ, സാഹിത്യകാരൻ, നാടകകൃത്ത് എന്നിങ്ങനെ വിശേഷണങ്ങൾ അനവധിയാണ്. വിമല, സേതു, സുമിത്ര, ഗ്ലോറി, തങ്കമണി, സുധാകരൻ, ജാനമ്മ, അനിയൻ, ഭാഗി തുടങ്ങി എണ്ണമറ്റ കഥാപാത്രങ്ങൾ. നാലുകെട്ട്, കാലം, അസുരവിത്ത്, രണ്ടാമൂഴം, മഞ്ഞ് തുടങ്ങി എത്ര അനശ്വര സൃഷ്ടികൾ. സ്വന്തം കൃതിയായ മുറപ്പെണ്ണിനെ തിരക്കഥ എഴുതിയാണ് എം.ടി ചലച്ചിത്ര ലോകത്തേക്ക് എത്തുന്നത്. തുടർന്ന് തിരക്കഥാകൃത്ത്, സംവിധായകൻ എന്നീ നിലകളിൽ 50-ലേറെ ചിത്രങ്ങളുടെ പിന്നണിയിൽ എം.ടി ഉണ്ടായിരുന്നു. വള്ളുവനാടൻ ഭാഷയുടെ കഥാകാരൻ കൂടിയാണ് അദ്ദേഹം. സാഹിത്യത്തിലും സിനിമയിലും അതിനെ അനശ്വരമായി പ്രതിഷ്ഠിച്ചത് എം.ടി ആണ്. കൂടല്ലൂരും കണ്ണാന്തിപ്പൂക്കളും നിളയും വള്ളുവനാട്ടിലെ മനുഷ്യരും എം.ടിയുടെ കഥകളിലൂടെ മലയാളികൾക്കാകെ പരിചിതമായി. എഴുതിയാലും തീരാത്ത കഥ പോലെയാണ് മലയാളിക്ക് എം.ടി വാസുദേവൻ നായർ. ആ തൂലികയിൽ നിന്നിറങ്ങി മലയാളി മനസ്സുകളിലേക്ക് കയറിവന്ന എണ്ണമറ്റ കഥാപാത്രങ്ങൾ, അവരുടെ വികാര വിക്ഷോഭങ്ങൾ, വായിച്ചു തീരുമ്പോഴും ബാക്കിയാവുന്ന അവരുടെ ജീവിതം. 1959 നാലുകെട്ടിനും 78 ഗോപുര നടയലിനും 81 സ്വർഗം തുറക്കുന്ന സമയം എന്നിവയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡും 1970 കാലത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും 84 രണ്ടാമൂഴത്തിന് വയലാർ അവാർഡും 94 മുട്ടത്ത് വർക്കി അവാർഡും അതേ വർഷം തന്നെ ഓടക്കുഴൽ അവാർഡും 96 ജ്ഞാനപീഠവും കാലിക്കറ്റ് എം.ജി സർവകലാശാലകളുടെ ഡീലിറ്റ് ബഹുമതി എന്നിവയും ലഭിച്ചിട്ടുണ്ട്. നിർമാല്യം, കടവ്, ഒരു വടക്കൻ വീരഗാഥ, സതയം, പരിണയം, ഒരു ചെറുപുഞ്ചിരി എന്നീ സിനിമകൾക്ക് മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര അവാർഡും കഥയ്ക്കും തിരക്കഥയ്ക്കും സംവിധാനത്തിനുമായി 22 തവണ സംസ്ഥാന ചലച്ചിത്ര അവാർഡും 4 TV അവാർഡും അദ്ദേഹം നേടി. കേരള സാഹിത്യ അക്കാദമി, തുഞ്ചൻ സ്മാരക ഗവേഷണ കേന്ദ്രം എന്നിവയുടെ അധ്യക്ഷനായിരുന്നു. ആദ്യ ചിത്രമായ നിർമാല്യത്തിന് രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡലും അദ്ദേഹത്തിന് ലഭിച്ചു. കടവ് സിംഗപ്പൂർ ഫിലിം ഫെസ്റ്റിവലിൽ പ്രത്യേക ജൂറി അവാർഡും ജപ്പാനിലെ ഒക്കോയാമ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രീ ബഹുമതിയും നേടി. 1933 ജൂലൈ 15 കൂടല്ലൂരിലാണ് എം.ടിയുടെ ജനനം. അച്ഛൻ ടി നാരായണൻ നായർ, അമ്മ തെക്കേപ്പാട്ട് അമ്മാളു അമ്മ. പാലക്കാട് വിക്ടോറിയ കോളേജിൽ നിന്ന് അദ്ദേഹം ബിരുദം പൂർത്തിയാക്കി. 23-ാം വയസ്സിലാണ് എം.ടി തന്റെ ആദ്യ നോവലായ നാലുകെട്ട് എഴുതിയത്. പ്രശസ്ത നർത്തകിയായ കലാമണ്ഡലം സരസ്വതിയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ. മക്കൾ സിതാര, അശ്വതി.